ഹലോ ഗൈസ്, ഒരു അടിപൊളി തമാശ കേൾക്കണോ? ഇവിടെ എറണാകുളത്തുള്ള ഒരു എഞ്ചിനീയർ പയ്യൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, 40 വയസ്സിനടുത്തെത്തി, കല്യാണം കഴിച്ചിട്ടില്ല, ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഷർട്ടിൻ്റെ ഈ ഗ്യാപ്പിലൂടെ ഒരു സ്വർണത്തിൻ്റെ ഒരു ചരടയിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു കട്ട തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ സാധനം? അതൊരു ഏലസാന്ന് പറഞ്ഞു. അതെന്തിനാണ് ഏലസ്? കല്യാണം കഴിക്കാൻ എടപ്പള്ളിയിൽ, ഇവിടെ എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള ഒരു ഏലസിൻ്റെ വിദഗ്ധനുണ്ട്, അദ്ദേഹം റെഡിയാക്കി കൊടുത്താണ്. അതിന് 18,000 രൂപ വില വന്നു എന്ന് പറഞ്ഞ്. അതെന്താ ഇത്ര അധികം വിലയെന്ന് ചോദിച്ചപ്പോൾ അത് സ്വർണത്തിൻ്റെ തകിടിലാണ് ഉണ്ടാക്കിയത്. സ്വർണ്ണത്തകിടിൽ 18,000 രൂപയുടെ ഏലസ് കെട്ടിയിട്ടിട്ട് ഇതുവരെ കല്യാണം നടന്നിട്ടില്ല, ഇനി കല്യാണം കഴിക്കൂല എന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് പിന്നെ ഈ ഏലസ് കെട്ടി തൂക്കിയിട്ടേക്കണേന്ന് ചോദിച്ചപ്പോൾ ഏതായാലും 18,000 രൂപ കൊടുത്തതല്ലേ, സ്വർണ്ണമല്ലേ, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കഴുത്തേൽ തൂക്കിയിട്ടുണ്ട് നടക്കുന്നുണ്ട് ഈ എൻജിനീയർ. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ആണ്. അപ്പോൾ ഈ ഏലസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ വേറെ പല ഏലസുകൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പേടി മാറ്റാനുള്ള ഏലസ് അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് വില കുറവാണ്, വെറും 3,500 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 3,500 രൂപയ്ക്ക് ഏലസ് ഞാൻ റെഡിയാക്കി തരാം, നിങ്ങളുടെ സർവ്വ പേടിയും മാറിക്കിട്ടും. ഓക്കെ. ഇനി ഇപ്പം എന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടന് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സൗണ്ട് മാത്രമേ ഉള്ളൂ, ആളാരാന്നറിയില്ല. അതൊന്ന് കേട്ടു നോക്ക്. ആ വീഡിയോ അല്ല, ഓഡിയോ ആണ്. അത് അവസാനം വരെ കേൾക്കണം, എന്നാലേ ഈ തമാശയുടെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഞാൻ കുറച്ച് സെന്റൻസുകൾ ഇംഗ്ലീഷിലൊന്ന് ചോദിച്ചോട്ടെ. ആദ്യം ചോദിച്ചത് വേർ ആർ യു വർക്കിംഗ്, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെ പറയും മറുപടി? ഓക്കെ, ഷിപ്പ് യാർഡ്. സോ ആർ യു വർക്കിംഗ് ഇൻ കൊച്ചിൻ ഷിപ്പ് യാർഡ്? അപ്പൊ അതും കൂടെ പറയണം. ഐ ആം വർക്കിംഗ് ഇൻ കുവൈറ്റ് ഷിപ്പ് യാർഡ് എന്ന് പറയണം. അല്ലെങ്കിൽ കേരളത്തില് ആകെ ഷിപ്പ് യാർഡ് ഉള്ളത് കൊച്ചിയിലാണല്ലോ. അപ്പൊ ആ പേരും കൂടെ പറയുന്നത് നന്നായിരിക്കും. ഓക്കെ. ദെൻ വാട്ട് ഈസ് യുവർ ട്രേഡ് ആണോ അല്ലെങ്കിൽ പോസ്റ്റ്? വാട്ട് ഈസ് യുവർ ട്രേഡ് ഇൻ ദാറ്റ് പ്ലേസ്? വാട്ട് ഈസ് യുവർ ട്രേഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? Marine electrician. Very good. Yes. Then what is your qualification? ITI. Okay. അപ്പൊ ITI എന്ന് മാത്രം പറഞ്ഞു. ITI എന്ന് മാത്രം പറഞ്ഞാലും മതി. അതിന്റെ കൂടെ ട്രേഡും കൂടെ പറയുന്നതല്ലേ ശരി? ITIയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പലതരം ട്രേഡുകൾ ഉണ്ടല്ലോ, ഫിറ്റർ. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളതെന്നും കൂടി പറയണം. ITI ഇലക്ട്രീഷ്യൻ കോഴ്സ്. ഓക്കെ, അത് പറയണം. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പോ അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. ആ സെന്റൻസ് ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മൈ ക്വാളിഫിക്കേഷൻ ഈസ് ITI ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യൻ. ഓക്കെ, അത് കൊള്ളാം. ഇനി നിങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ. വേർ ആർ യു ലിവിംഗ്? ഓക്കെ. ഐ ആം ലിവിംഗ് ഇൻ കുവൈറ്റ്. ഒന്നുകൂടെ പറയാമോ? ഓക്കെ, വെരി ഗുഡ്. അത് നല്ലപോലെ ആ വാക്കുകൾ നല്ല തെളിച്ച് അങ്ങോട്ട് പറഞ്ഞോളാം കേട്ടോ. അത് നല്ല ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. അത് സാരിയില്ല, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുവിധം നന്നായിട്ട് പറയാൻ പഠിച്ചു തുടങ്ങാനാണ് നല്ലത്. അതായത് കാരണം പറയുന്നത് വാക്കുകൾ വളരെ വ്യക്തമായിട്ട് വേണം പറയാൻ. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോ ഞാൻ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. വേർ ആർ യു ലിവിംഗ്? ഞാൻ പറയട്ടെ. ഐ ആം ലിവിംഗ് ഇൻ കുവൈറ്റ്. ഒന്നുകൂടെ പറയാം. ഐ ആം ലിവിംഗ് ഇൻ കുവൈറ്റ്. അതുപോലെ വ്യക്തമായിട്ടൊന്ന് പറയാമോ? കണ്ട, ഇപ്പൊ വ്യക്തത കൂടി വന്നു, നല്ല ക്ലിയർ ആയി. ഒന്നുകൂടെ പറഞ്ഞു, നല്ല ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറയാം. വെരി ഗുഡ്. അങ്ങനെ ഓരോ വാക്കുകളും നല്ല തെളിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും.
അതുകൊള്ളാം. Okay, sir. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സ്വദേശം എവിടെയാണെന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. വെർ ഈസ് യുവർ നേറ്റീവ് പ്ലേസ്? India. My native place in India, ആ, Kerala. ഓക്കെ ഓക്കെ. അത് വേണമെങ്കിൽ ആ സെന്റൻസ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ദുബായിൽ നിൽക്കുമ്പോൾ വേറെ രീതിയിൽ പറയണം. ഐ ആം ഫ്രം ഇന്ത്യ എന്ന് ആദ്യം പറയണം. ഐ ആം ഫ്രം ഇന്ത്യ. Yes, sir. അത് പറഞ്ഞതിന് ശേഷം മൈ നേറ്റീവ് പ്ലേസ് ഈസ് തൃശ്ശൂർ ഇൻ കേരള. ഇതൊന്ന് പഠിച്ചെടുത്താൽ നല്ലതാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ദുബായിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരും. അതേസമയം നിങ്ങളിപ്പോൾ തൃശ്ശൂർ നിന്നിട്ട് എവിടെ സ്വദേശം എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഐ ആം ഫ്രം തൃശ്ശൂർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. Okay, sir. അപ്പോൾ നിങ്ങൾ കുവൈറ്റിലാണോ ദുബായിലാണോ? Kuwait. ഓക്കെ. അപ്പോൾ കുവൈറ്റിൽ വെച്ച് ഒരാൾ ചോദിച്ചാൽ ആദ്യമേ പറയേണ്ടത് ഐ ആം ഫ്രം ഇന്ത്യ, മൈ നേറ്റീവ് പ്ലേസ് ഈസ് തൃശ്ശൂർ ഇൻ കേരള. ഇത് മുഴുവൻ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ പറയാനായിട്ട്? ഞാൻ ഒന്നുകൂടെ പറയാം, കേട്ടിട്ട് ഒന്ന്. 2 സെന്റൻസ് ആയിട്ട് പറയാം. ഐ ആം ഫ്രം ഇന്ത്യ, അത് ആദ്യത്തെ സെന്റൻസ്. പിന്നത്തെ സെന്റൻസ് മൈ നേറ്റീവ് പ്ലേസ് ഈസ് തൃശ്ശൂർ ഇൻ കേരള. ഇതൊന്ന് പറഞ്ഞോ. Okay. I am from India. My native place ഈസ് തൃശ്ശൂർ. my native place is തൃശ്ശൂർ Thrissur ഇൻ കേരള. at Kerala. In Kerala. ഇൻ കേരള. Okay, sir. അത് കറക്റ്റായി. വേണമെങ്കിൽ അത് ഒന്നുകൂടെ പറഞ്ഞോ, ഒന്ന് ശ്രമിച്ചോ. I am from India. My native place Thrissur in Kerala. ഓക്കെ. മൈ നേറ്റീവ് പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു ഈസും കൂടെ ചേർത്തോ. ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. മൈ നേറ്റീവ് പ്ലേസ് ഈസ് തൃശ്ശൂർ ഇൻ കേരള. ഒന്ന് പറഞ്ഞോ. My native place is Thrissur in Kerala. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, Okay, thank you, sir. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്നുള്ളതാണ്. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? എത്ര കുട്ടികളുണ്ട്? I have only one ഐ ഹാവ് ഓൺലി 1 ചൈൽഡ് എന്ന് പറയണം. child. Okay, one child. ഓക്കെ. ഇത് ആൺകുട്ടിയാണെങ്കിൽ ഐ ഹാവ് ഓൺലി 1 സൺ എന്ന് പറയാം. പെൺകുട്ടിയാണെങ്കിൽ ഐ ഹാവ് ഓൺലി 1 ഡോട്ടർ എന്നും പറയാം. Yes. Okay. അത് സൗകര്യം പോലെ പറയാം കേട്ടോ. Okay, sir. ഓക്കെ. ദെൻ ഡു യു ഹാവ് എനി ഹോബീസ്? നിങ്ങൾക്ക് ഹോബി വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Watch cricket. ഓക്കെ. അപ്പൊ അത് സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത് വാച്ചിങ് ക്രിക്കറ്റ് ഈസ് മൈ ഹോബി. Watching cricket is my hobby. ഓക്കെ. ഇത് മുഴുവൻ സെന്റൻസ് പറയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. വാച്ചിങ് ക്രിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് ഒറ്റ വാക്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഈ ഫുൾ സെന്റൻസ് പറഞ്ഞ് പഠിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സെന്റൻസ് പറയാൻ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഫുള്ളായിട്ട് പറയുമ്പോൾ മൈ ഹോബി ഈസ് വാച്ചിങ് ക്രിക്കറ്റ്, അല്ലെങ്കിൽ വാച്ചിങ് ക്രിക്കറ്റ് ഈസ് മൈ ഹോബി. ഇത് രണ്ടും ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം, സൗകര്യമുള്ള പോലെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, വാട്ട് ഈസ് യുവർ ഹോബി? My hobby is watching ക്രിക്കറ്റ്. cricket. ഓക്കെ, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി വേറെ 1-2 ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾ കുവൈറ്റില് കാർ ഓടിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നു. ഡു യു ഡ്രൈവ് എ കാർ ഇൻ കുവൈറ്റ്? ഓടിക്കാറുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. No, sir. നോ. അപ്പോൾ നോ എന്ന് മാത്രം പറയാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സെന്റൻസ് ഫുള്ളായിട്ട് പറഞ്ഞ് പഠിക്കണമെങ്കിൽ നോ ഐ ഡോണ്ട് ഡ്രൈവ് എ കാർ ഇൻ കുവൈറ്റ്. ആ സെന്റൻസ് കുറച്ച് വലുതാണ്, വേണമെങ്കിൽ അത് പഠിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. നോ ഐ ഡോണ്ട് ഡ്രൈവ് എ കാർ ഇൻ കുവൈറ്റ്. ഒന്ന് പറയാൻ പറ്റുമോ? I don't drive. Yes. നോ എന്ന് പറയുക. നോ എന്നിട്ട് ഐ ഡോണ്ട് ഡ്രൈവ് എ കാർ I don't drive a car ഇൻ കുവൈറ്റ്. in Kuwait. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തണം. Okay. ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. നോ ഐ ഡോണ്ട് ഡ്രൈവ് എ കാർ ഇൻ കുവൈറ്റ്. ഒന്ന് പറഞ്ഞോ. No, I don't drive car in Kuwait. ഓക്കെ, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞ് തുടങ്ങിയാൽ മതി. സാവധാനം പറയാനുള്ള കഴിവ് വന്നോളും. പേടിയുടെ അങ്ങനെ സംസാരിക്കാറില്ല. അത് നിങ്ങൾ പുറത്ത് ഉള്ള ആൾക്കാരോട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പേടി വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതാണല്ലോ.
അതെ അതെ. നമ്മുടെ ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതുകൊണ്ട് തെറ്റിയാലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തെറ്റാണെങ്കിലും പറയാം. ഓക്കെ സർ. ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റായ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ പൊട്ട ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മുറി ഇംഗ്ലീഷ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മുറി ഇംഗ്ലീഷ് പറയാം, ഒരു കുഴപ്പമില്ല. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ആൾക്കാർ എല്ലാവരും ഇങ്ങനെ മുറി ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളെ ആരും കളിയാക്കില്ല, കുറ്റപ്പെടുത്തില്ല, ഒന്നുമില്ല. പതുക്കെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേടി മാറിക്കോളും. നിങ്ങൾക്ക് പുറത്തു പോയി സംസാരിക്കാനുള്ള കിട്ടും. ഓക്കെ. പിന്നെ എന്നോട് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കറക്റ്റ് ചെയ്ത് തരുമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്ന് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ബ്രോക്കൺ ഇംഗ്ലീഷില്. ഞാൻ ആഡ് ചെയ്തേക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം എന്നോട് സംസാരിച്ച ചേട്ടന് സംസാരിക്കാൻ പേടിയാണെന്നാണ് പറയുന്നത്. ഈ പേടി എങ്ങനെ മാറ്റാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ ഏലസ് 3500 രൂപയുടെ ഏലസ് കെട്ടിയ പേടി പോകുമോ? എനിക്ക് തോന്നല്ല പേടി പോകുമെന്ന്. നിങ്ങൾക്ക് പേടി പോകണമെങ്കിൽ നമ്മുടെ ബ്രോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ വന്ന് സംസാരിച്ച് പേടി മാറ്റാം. അല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പേടി മാറ്റാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല മക്കളെ. നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ, എന്തെങ്കിലും എളുപ്പ വിദ്യ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ കൊള്ളാം. കാരണം ധാരാളം പേര് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിച്ചിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പേടി മാറ്റാനുള്ള മാർഗം അറിയാമെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അത് ഞാൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ബൈ.